സംസ്ഥാനത്ത് മഴ കനക്കുമെന്ന മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ഇടുക്കി കല്ലാർ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. കൊല്ലം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലകളിൽ കനത്ത മഴയാണ്. അച്ചൻകോവിലാറ്റിൽ ജലനിരപ്പ് ഉയർന്നു. അരുൺ സോളമൻ നൽകും വിവരങ്ങൾ. അരുൺ സോളമൻ, മഴ മുന്നറിയിപ്പുകൾ എങ്ങനെ? എവിടെയൊക്കെയാണ് ഇപ്പോൾ മഴ തകർത്തു പെയ്യുന്നത്? സുജയ, സംസ്ഥാനത്ത് പ്രധാനമായിട്ടും 3 ജില്ലകളിലാണ് നിലവിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിന് പുറമെ 6 ജില്ലകളിൽ ഇന്ന് സംസ്ഥാനത്ത് യെല്ലോ അലർട്ടാണ്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, അതുപോലെ തന്നെ കോഴിക്കോട് അടക്കമുള്ള 6 ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. കഴിഞ്ഞ ദിവസം ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ഇപ്പോൾ മാന്നാർ കടലിടുക്കിൽ സ്ഥിതി ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേരള തീരത്തും ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ഇപ്പോൾ ശബരിമലയിൽ ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നു എന്നുള്ളതാണ്. മണ്ഡലകാലത്ത് ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു കനത്ത മഴ തന്നെയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. നിലവിൽ നിയന്ത്രണങ്ങളൊന്നും ഇല്ല എങ്കിലും ഈ വഴിക്കലിനുള്ള സാധ്യതകൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഭക്തർ ജാഗ്രത പുലർത്തണമെന്നുള്ള നിർദ്ദേശം റവന്യൂ വകുപ്പ് അടക്കമുള്ളവർ ഇപ്പോൾ ഈ വനം വകുപ്പിന് നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഇപ്പോൾ തുടരുന്നത്. എന്തായാലും ഇന്ന് രാത്രിയിലും ശക്തമായിട്ടുള്ള മഴ ശബരിമലയിൽ ഉണ്ടാകും. ഇടിമിന്നലോടുകൂടിയുള്ള ശക്തമായ മഴയ്ക്കാണ് സാധ്യത. കഴിഞ്ഞ 24 മണിക്കൂറിൽ 68 മില്ലിമീറ്റർ മഴയാണ് ശബരിമലയിൽ ലഭിച്ചത്. സുജയ. അരുൺ സോളമനാണ് തിരുവനന്തപുരത്ത് നിന്ന് ഏറ്റവും പുതിയ മഴ മുന്നറിയിപ്പ് പങ്കുവച്ചത്. നമ്മുടെ അയൽപ്പക്കത്തേക്ക് പോയാൽ തമിഴ്നാട്ടിൽ അതിതീവ്ര മഴ തുടരുന്നു. തിരുനെൽവേലിയിൽ 24 മണിക്കൂറിനിടെ 540 മില്ലിമീറ്റർ മഴയാണ് പെയ്തത്. തിരുനെൽവേലി, തൂത്തുക്കുടി, തെങ്കാശി ജില്ലകളിൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായി. ശ്രീവൈകുണ്ഠത്തും പരിസര പ്രദേശങ്ങളിലും ജില്ലാ ഭരണകൂടം പ്രളയ മുന്നറിയിപ്പ് നൽകി. താമ്രപർണി നദി കരകവിഞ്ഞതോടെ പ്രദേശവാസികളോട് മാറി താമസിക്കാൻ അധികൃതർ നിർദ്ദേശിച്ചു. തമിഴ്നാട്ടിലെ 18 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് തുടരുകയാണ്. മേഘവിസ്ഫോടനത്തെ തുടർന്ന് കുറ്റാലം വെള്ളച്ചാട്ടത്തിൽ സന്ദർശകർക്ക് വിലക്കേർപ്പെടുത്തി. മധ്യ തെക്കൻ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തമിഴ്നാട്ടിൽ നാളെയും അവധിയാണ്. ചെന്നൈയിൽ കനത്ത മഴയെ തുടർന്ന് റെഡ് ഹിൽസ്, ചെമ്പരമ്പാക്കം ജലസംഭരണികളിൽ ജലനിരപ്പ് അപകടകരമായ നിലയിൽ ഉയർന്നു. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദമാണ് കനത്ത മഴയ്ക്ക് കാരണം.